Hi children, welcome back to my channel LKLS Maths Class. ഇന്ന് നമ്മൾ 11th സ്റ്റാൻഡേർഡിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ സെക്കൻഡാണ്, പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു സിമ്പിളിനെ കുറിച്ചാണ്. കണ്ടോ, ഒരു ഇ പോലെ ഉണ്ടല്ലോ, ഒരു ഇ പോലെ, ഒരു സി പോലെ ഇങ്ങനെ വളച്ചെഴുതി ഉള്ളിൽ നിന്ന് ഒരു ഇത്. അപ്പോൾ ഒരു ഇ മോഡൽ. അപ്പോൾ അതിന് പറയുന്ന ഒരു പേര് എന്താണ്? എപ്സിലൺ. എന്താണ്? എപ്സിലൺ. കണ്ടോ, സോ ഇതാണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ബിലോങ്സ് ടു, അതല്ലെങ്കിൽ ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു എ, ഇത് സെറ്റിൻ്റെ പേരാണ് എ എന്ന് പറയുന്നത്. ഈ സെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് എലിമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട് അല്ലേ. അതിനകത്ത് വന്നിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഈ എ എന്നുള്ളൊരു സെറ്റിൽ ബിലോങ്സ് ചെയ്യുന്ന കുറച്ച് നമ്പർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു സിമ്പിളിനെ നമ്മൾ എന്താ പറയുക? എലിമെൻ്റ് എന്ന് പറയും അല്ലേ. അതായത് ഒരു സെറ്റിനകത്തുള്ള ഓരോന്നിനെ കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം എന്താണ്? ഓരോരോരോ എലിമെൻറ്റ്സ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരെയാണ്, ഇങ്ങനെ ഒരു സെറ്റ് തന്നു, എ ഈക്വൽ ടു സെറ്റ് 3, 6, 9, 11 എന്നൊരു ക്വസ്റ്റ്യൻ തന്നാൽ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വരെയാണ് 6 ഇതിനകത്തുള്ളൊരു മെമ്പറാണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എലിമെൻ്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും എഴുതുന്നത്? കണ്ടോ, 6 ഈ സിമ്പിൾ ഇടുക, എലിമെൻറ്റ് എ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതെന്താ, ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിലോങ്സ്. ഈ ഒരു സെറ്റിനകത്ത് ബിലോങ് ചെയ്യുന്ന ഒരു നമ്പറാണ് 6. ഉണ്ടോ, 6 ഈസ് ആൻ എലിമെൻറ്റ് ഓഫ് എ. അതേപോലെ നെക്സ്റ്റ് ചോദിക്കുകയാണ്, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കുകയാണ്, ഇതിനകത്ത് 10 എന്നുള്ള ഒരു നമ്പർ എ എന്നുള്ള സെറ്റിലെ ഒരു എലിമെൻ്റ് ആണോ 10 എന്ന് ചോദിക്കുകയാണ്. എന്താണ് 10 ഇത് കൂട്ടത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? കണ്ടോ, 10 ഇസ് നോട്ട് ആൻ എലിമെൻ്റ് ഓഫ് എ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നോട്ട് എങ്ങനെ ചേർക്കുന്നത്? ഈ എന്നുള്ള എലിമെൻറ്റിൻ്റെ ഈ ഒരു സിമ്പിൾ ഇട്ടിട്ട് അതിൽ നിന്നൊരു വെട്ടിടുക. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് എന്താണ്? ഡസ് നോട്ട് ബിലോങ്സ് ടു. ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് രണ്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സെറ്റ്സിൽ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സിനെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് എന്നുള്ളൊരു ഹെഡിങ്ങാണ് ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 2 തരം നമുക്കതുണ്ട്. കണ്ടോ, റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത് 2 തരമാണുള്ളത്, റോസ്റ്റർ ഓർ ടാബുലർ ഫോം. മറ്റേതെന്താണ്? സെറ്റ് ബിൽഡർ ഓർ റൂൾ ഫോം. ഈ 2 മെത്തേഡുകളാണ് നമുക്ക് ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോം, ഓർ സെറ്റ് ബിൽഡർ ഓർ റൂൾ ഫോം. ഇതിനകത്ത് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു സെറ്റിൻ്റെ അകത്ത്. കണ്ടോ, എക്സാമ്പിൾ എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുക? റോസ്റ്റർ ഓർ ടാബുലർ ഫോം എന്ന് പറയുക. ഇനി സെറ്റ് ബിൽഡർ ഓർ റൂളർ ഫോം. എന്താണ് സെറ്റ് ബിൽഡർ ഓർ റൂളർ ഫോം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു റോസ്റ്റർ ഫോമിൽ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഈ നമ്പേഴ്സ് എങ്ങനത്തെ നമ്പേഴ്സാണ്, അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ അവസാനിക്കുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? സെറ്റ് ബിൽഡർ ഓർ റൂൾ ഫോം നമ്മൾ പറയുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു സാധനത്തിന്, ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾക്ക് എങ്ങനെ സെറ്റ് ബിൽഡറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ. കണ്ടോ, എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. ഇവിടെ ശരിക്കും വായിക്കേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് വായിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. ഈ 2 കുത്തിനെ എന്താ പറയുക? സച്ച് ദാറ്റ്. ക്ലിയർ ആയല്ലോ? ഈ 2 കുത്തുകളെ സച്ച് ദാറ്റ്. അപ്പോൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് x is a natural numbers less than 6. കണ്ടോ, അതായത് 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ കാണുന്നതെല്ലാം എന്താണ്? എക്സുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മളിതിനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? കണ്ടോ, സെറ്റിൻ്റെ പേര് എ എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ എ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇട്ടായിരിക്കും സെറ്റുകൾക്ക് പേര് നൽകുക. ക്ലിയർ? സോ ഇവിടെ എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. ഇതിനെ എങ്ങനെ വായിക്കാം? സെറ്റ് എക്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് വായിക്കാം. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള എല്ലാം. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഈ 2 കുത്തിനെ എന്താ വിളിക്കുക? സച്ച് ദാറ്റ്. SUCH. ക്ലിയർ ആയല്ലോ അല്ലേ പ്രൊണൗൺസിയേഷനൊക്കെ? അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. സോ 6ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് എന്ന് നമുക്ക് ഒരു രീതിയിൽ എഴുതാം. ഇനി മറ്റൊരു രീതിയിൽ എഴുതുന്നത് എങ്ങനെയാണ്? എ ഈക്വൽ ടു സെറ്റ് x such that x is a natural numbers and x less than or equal to 5. കണ്ടോ, എങ്ങനെ എഴുതിയത്? x
സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, കൗണ്ടിങ് നമ്പേഴ്സാണ് 1 2 3 4 5. ഇതിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തേലും അങ്ങനെ എഴുതിയത് കേട്ടോ, നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6, അതായത് 6ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താ പറഞ്ഞാൽ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടോ, ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ്. പക്ഷേ എക്സ് എങ്ങനെയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 5ൽ താഴെ ഉള്ളതും ഈക്വൽ ടു 5 അല്ലേ, 5ന് തുല്യവും 5ൽ താഴെയുമായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് നമ്മൾ മറ്റൊരു തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി, സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്ത് എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി വേറൊരു രീതിയിൽ എഴുതാനായിട്ട് നോക്കുക. എ ഈക്വൽ ടു set of all x such that x less than or equal to 5 where x element n എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നാച്ചുറൽ നമ്പേഴ്സിന്. കേട്ടോ, ഇവിടെയൊക്കെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് എഴുതി. ഇത് മറ്റൊരു തരത്തിൽ എഴുതിയപ്പോൾ എങ്ങനെ എഴുതി? എക്സ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഈ കിടക്കുന്ന എക്സുകളൊക്കെ എങ്ങനെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലേ, 5 വരെ ഉണ്ട്. അപ്പോൾ 5ൽ താഴെയുള്ള നമ്പേഴ്സും ഉണ്ട്, അത് 5 വരെ ഉണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എന്നിട്ട് എന്തെഴുതി? വേർ എക്സ് എലിമെൻറ്റ് എൻ. കണ്ടോ, അല്ലെങ്കിൽ എക്സ് ഇസ് എൻ എലിമെൻറ്റ് ഓഫ് എൻ അല്ലേ, അങ്ങനെ അതാണ് അതിൻ്റെ മീനിങ് വരിക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിലെ എലിമെൻറ്റ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൗണ്ടിങ് നമ്പേഴ്സ്, 1 2 3 4 5 എന്നുള്ള കൗണ്ടിങ് നമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ അത്രയും? അപ്പോൾ ഇതാണ് നമ്മുടെ 2 മെത്തേഡുകൾ കേട്ടോ, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സിൻ്റെ 2 മെത്തേഡാണ്. റോസ്റ്റർ ഓർ ടാബുലർ ഫോം അഥവാ നെക്സ്റ്റ് വൺ സെറ്റ് ബിൽഡർ ഓർ റൂൾ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് വിചാരിച്ചോളുക, അത് റോസ്റ്റർ മെത്തേഡിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടായിരിക്കും നമ്മളോട് പറയുന്നത് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ കൺവേർട്ട് ചെയ്യാം. കണ്ടോ, എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6 എന്ന് എഴുതാം. ഇനി അഥവാ എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. തേർഡ് വൺ എങ്ങനെയാണ്? എ ഈക്വൽ ടു set x such that x less than or equal to 5 where x is an element of n, which means x element, n means natural number ആണ് ഇത് കാണുന്നത് എല്ലാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത എക്സസൈസ് 1.1 ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ.